വാട്ട് അമ്മ ഡിഡ് ഇൻ എ ഡേ അതർ ദാൻ കുക്കിംഗ്. ഉടക്കും, അതുകൊണ്ടാണ് അതൊരു ഗണിയാണ്. ഫോട്ടോസ് തുടയ്ക്കാൻ വേറെ തുണിയാണ് വെച്ചേക്കണേ. മറ്റുള്ള തുണിയും കൊണ്ട് ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെയും പുണ്യവാന്മാരുടെ ഒന്നും ഫോട്ടോ തുടയ്ക്കാനായിട്ട് എടുക്കൂല. അത് നമ്മൾ മറ്റുള്ള സംഗതികൾ കൊണ്ട് ചെയ്യരുത് ഒരിക്കലും. ഇത് നോക്കിക്കോ, എല്ലാ സംഗതികളും നോബും വെച്ച് കഴിഞ്ഞ് ബൾബ് ഇടുന്നതിന് മുമ്പാണ് ഞാനത് ഓർത്ത് അയ്യോ അപ്പം സെൻറ്ററിൽ ഫോട്ടോ വെക്കാൻ പറ്റൂല്ലോ. പാത്രങ്ങൾ കൂട്ടിയിട്ടാൽ എപ്പോഴും പണികളായിരിക്കും, പണികൾ ഒരിക്കലും തീരില്ല. ആൾക്കാർ മാറിപ്പോയി. അപ്പം നമ്മളതനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ശരിയാവൂല. മഴ വന്നു കഴിഞ്ഞാൽ അവർ ചത്ത പോലെ കിടക്കും. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ ശരിക്കും ഭർത്താക്കന്മാർ അവരെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ജനവാസമുള്ള വീട് പോലെ തോന്നൂല. വീട്ടമ്മമാർക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ. അങ്ങനെ പറയുമ്പോ അതുള്ളവർക്ക് അത് അറിയാൻ പറ്റും. 2 വണ്ടി ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് കാരണം എപ്പോഴും നമ്മള് കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോ അല്ലേ കാണിക്കണേ. ഇന്ന് കുക്കിംഗ് അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അമ്മ ഈ വീട്ടിൽ ചെയ്യുന്നതെന്ന് കാണിച്ചാലോ. വാട്ട് അമ്മ ഡിഡ് ഇൻ എ ഡേ അതർ ദാൻ കുക്കിംഗ്. ഇന്ന് രാവിലെ എണീറ്റിട്ട് കുക്കിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തോ? ചെയ്തു. എന്തൊക്കെയാ? തൂത്തു. വഴിപാട് തൂക്കലാട്ടോ. ഇതേ ഇപ്പൊ കരിയില വീണു നോക്കിക്കേ. മിറ്റം തൂത്തത് വെറുതെ ആയി. പക്ഷെ വൈകുന്നേരം ആകുമ്പോ ഇതുപോലെ ഈ വെയിൽ ഉദിക്കുമ്പോഴാ ചെലമാവേന്ന് മുഴുവൻ വീഴും. മിറ്റം തൂത്തു. പിന്നെ ബിഗോണിയക്ക് വെള്ളം ഒഴിച്ചു. അവിടെ നിൽക്കണം, ഷെഡിൽ നിൽക്കണം, വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ പറയാ അത് ഞാൻ രാവിലെ ചെയ്യും, വെയിൽ വന്നതിന് മുമ്പ് തന്നെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെയ്തു. പിന്നെ ഗ്രീൻ ടീ ഒക്കെ പിന്നെ കുക്കിങ്ങിലുള്ളതല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പത്രം വിശദമായിട്ട് നോക്കുക. അപ്പൊ ഒരുപാട് വിവരങ്ങളുണ്ട് പത്രത്തില്. പ്രഭാത് പബ്ലിക് സ്കൂളിന്റെ വാർഷികമായിരുന്നു ഇന്നലെ. പിന്നെ മുളന്തുരുത്തിയിൽ തൊഴിൽ സംരക്ഷണ സംഗമം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുൾ ഡേയില് വാട്ട് അമ്മ ഡിഡ് ഇൻ എ ഡേ അതർ ദാൻ കുക്കിംഗ് കൂടി എടുക്കാട്ടോ. നോക്കാം. ഇനി വൈകുന്നേരം മറ്റും തൂക്കും. ചെടി നന വൈകുന്നേരം. ബിഗോണിയ മാത്രം കാലത്ത് വെള്ളം ഒഴിക്കും. ഷെഡിലാണെങ്കിലും അത് വെള്ളം ഒഴിക്കണം. അങ്ങനെയുള്ളതൊക്കെ ചെയ്തു. മുട്ട തേക്കണുണ്ടോ ഇന്ന് തലയില്? ഇന്ന് തേക്കണില്ല. ഈ നഖം ഇത് അതിലേ ഈ മുടിയേൽ ഇത് ഉടക്കും, അതുകൊണ്ടാണ്. അതൊരു ഗണിയാണ്. വേണമെങ്കിൽ ഇതിട്ട് ചെയ്യാം. അത് വേണ്ട, അത്രയും സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. വലിയ കുഴപ്പമില്ലല്ലോ. തലമുടി കുറേയൊക്കെ ഉണ്ടല്ലോ, ഏതായാലും പൊഴിഞ്ഞു പോയതൊക്കെ വന്നല്ലോ. അപ്പം ഇന്നത് ചെയ്യണില്ല. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അപ്പ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് ട്രെയിൻ യാത്രകളെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ചും പ്രകൃതി സൗന്ദര്യമായ സ്ഥലത്തൂടെ പോകുന്ന ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഇല്ലേ, നിലമ്പൂര് പോലെയൊക്കെ, അതിനെപ്പറ്റി പറയുമായിരുന്നു. ഇരിക്കാൻ നിവൃത്തിയില്ല. അതെ, നേരെ പണിയോട് പണിയാണ്. അതല്ല, ഇവിടെ തുടയ്ക്കണം. ഇതൊക്കെ ചവിട്ടി കയറ്റിയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ കാല് കഴിയേച്ച് ചിലപ്പോൾ കയറുമ്പോൾ ആ പാട് തുടച്ച് കളയണം. ഞാൻ ആ തുടക്കണ സാധനം എടുത്തുകൊണ്ട് പറയാം, ഇത് അടിച്ച് വെച്ചിട്ടോ. ഈ മച്ചന്ന് വീണ് പൊടി ചെയ്തു. ഫാനിലിരിക്കണത് പൊടിയല്ല, അത് ശരിക്കും ആ ഫാൻ, ആ 2 ഫാനിൻ്റെ പടവും പിടിച്ചോ. ആ 2 ഫാനും ഒരേ ഇതിൽ മേടിച്ചതാണ്. ഒരു ഫാനിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഫാൻ അപ്പം ഇന്നാൾ പൊടിയാണെന്നും പറഞ്ഞ് സ്റ്റാൻഡേ കയറി നിന്ന് നനഞ്ഞ തുണിയും കൊണ്ടൊന്നും തുടച്ചിട്ട് അത് പോണില്ല, പെയിന്റ് പോയേക്കണതാ. പക്ഷേ 2 ഫാനും ഒന്നിച്ച് ഈ റിനോവേഷൻ നടത്തി കഴിഞ്ഞ് ഫിറ്റ് ചെയ്തതാ. ആ ഫാനിന് കുഴപ്പമില്ല. ഈ ഫാനിലേക്ക് നോക്കിക്കേ, ഇതിലേക്ക് കണ്ടു പെയിന്റ് പോയേക്കണത്. ഇത് രണ്ടാമത് പെയിന്റ് ചെയ്യണതിലും നല്ലത് ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ മുറി കിടക്കണ, അമ്മച്ചി ഉപയോഗിച്ചുകൊണ്ട് മുറി കിടക്കണ ഫാൻ പഴയതായി. അതിലേക്ക് ഇത് ഊരിയിട്ട് വെച്ച് വേണമെങ്കിൽ ഇവിടെ വേറെ ഒരെണ്ണം മേടിച്ചിടാന്ന്. ഇങ്ങനെ ക്രാപ്പ് പിടിച്ചിരിക്കുന്ന ഒരു സുഖമില്ല. ഞങ്ങളുടെ ബെഡ്റൂമിലെല്ലാം ഇങ്ങനെ ക്രാപ്പ് പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇതാ പെയിന്റിൽ ഇത് വന്നതാ, മെനകേട് വന്നതാ. നമ്മൾ റിനോവേഷൻ നടത്തിയപ്പോൾ ഒന്നിച്ച് മേടിച്ചതാ ഫാനുകളെല്ലാം. പഴയത് മാറ്റി വെച്ച്. മച്ച് നല്ലതാണ്, ജീവിക്കാനൊക്കെ നല്ല തണുപ്പൊക്കെ, നല്ല തണുപ്പ് കിട്ടും. വേനക്ക് നല്ല സുഖം. വെരി 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 ഡിഫിക്കൾട്ട്. നീ മാറാമ്പലെല്ലാം ഉണ്ടോന്ന് നോക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടി മോളിൽ നിന്ന് ഇങ്ങനെ വീണോണ്ട്. ചൊവ്വാഴ്ച കുഞ്ഞോള് വന്നപ്പോ മാറാമ്പലെല്ലാം തൂത്ത് ശരിയാക്കിയതാ. ഈ വേട്ടാവിളീനും മാറാമ്പലും തുടങ്ങും. ഞാൻ സ്റ്റാൻഡേ കയറിയുന്ന വേട്ടാവിളീൻ്റെ കൂട് ഈ ഒരുതരം അപ്പോൾ വാർക്കക്കമ്പിയുടെ കമ്പിയോട് വെച്ചിട്ടുണ്ട്. ആ കമ്പിയും കൊണ്ട് കുത്തി താഴത്തേക്കിടും. അപ്പൊ കുഞ്ഞോള് അടിച്ചു വരുമ്പോ ഒരേ മുറിയുടെ മറ്റുള്ള മുറിയുടെ ഒക്കെ കുഞ്ഞോള് അടിച്ചങ്ങ് പൊക്കോളും. പുള്ളിക്കാരത്തേക്ക് കയറി കുത്താനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുത്തി കൊടുക്കും. ഇങ്ങനെയാ പരിപാടി. മച്ച് നല്ല ഗുണകരാ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നീ പറഞ്ഞ പോലെ പൊടി വീണോണ്ടിരിക്കും. നല്ല തണുപ്പും നല്ല ഇതുവാ. മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മച്ചിൻ്റെ. മറക്കാകുമ്പോൾ പിന്നെ മേളിലേക്ക് ഇങ്ങനെ അങ്ങ് തൂത്ത് പോയാൽ മതി. ഇതുപോലുള്ള പുള്ളും പാണ്ടും വരില്ല. മച്ചേരാണല്ലോ ക്ഷുദ്രജീവികളെല്ലാം കൂടണം. ഞാൻ തുടയ്ക്കണമൊന്നുമില്ല. അതേ ഇങ്ങനെ ചെറിയ ചെറിയ പാട് പോലെ ഇങ്ങനെ ചെളി വന്നേക്കണയുടെ മാത്രം ഒന്ന് തൂക്കണേ ഉള്ളൂ കേട്ടോ. അതെ, എൻ്റെ തുടയ്ക്കണ സാധനമാണിത്. മറ്റേ പുള്ളിക്കാരത്തിൻ്റെ വേറെയാ. അതൊക്കെ വേറെയാ. ഇത് ഞാൻ സിമ്പിൾ വേ
തിണ്ണയിൽ തുടയ്ക്കാൻ വേണ്ടി മേടിച്ചു വെച്ചേക്കണ ശരിക്കും പറഞ്ഞ. പിന്നെ അതുകൂടാതെ ഞാൻ തുടയ്ക്കണ സമയങ്ങളിൽ ഞാൻ ഇതാ എടുക്കണേന്ന് മാത്രം. ഇപ്പൊ ഈ ക്രീം കളറായതുകൊണ്ടൊരു പാടി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തെളിഞ്ഞു കാണൂല. അപ്പൊ എത്ര നോക്കിയാലും നമ്മൾ ആഴ്ചയിലൊന്ന് തുടച്ചത് കൊണ്ട് കാര്യമില്ല, പാടുകൾ വരും. അപ്പൊ ആ പാടുകൾ വരുമ്പോൾ ഞാൻ ഇച്ചിരി ബക്കറ്റിൽ വെള്ളം മുക്കി വെച്ച് ഇത് കൊണ്ടുവന്നേച്ച് വെറുതെ ഒന്ന് തൂത്ത് കളയണം കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ പണികളിൽ പെടും. അല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കും ഒരാഴ്ച ആകുമ്പോഴത്തേക്ക്. ഇനി ചൊവ്വാഴ്ച തുടയ്ക്കുള്ളൂ. ഇപ്പം ഞായറാ, 1-ാം തീയതി ഞായറാകുന്ന പുള്ളിക്കാരത്തി ചൊവ്വ വരുമ്പോഴാണ് തുടയ്ക്കണത്. ചൊവ്വയാണ് തുടയ്ക്കണ ദിവസം. ഇനി ഫാനങ്ങ് കിടന്നാൽ ഉണങ്ങിക്കോളും, പെട്ടെന്ന് ഉണങ്ങിക്കോളത്. അപ്പോൾ ആ ഒളുങ്ങി പാട എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനങ്ങ് തൂത്ത് കളയും. ഇതുപോലെ നമ്മുടെ ഇവിടെ ഇല്ലേ, റിനോവേഷൻ നടത്തുന്നതിന് മുമ്പ് പഴയ ഇറയായിരുന്നില്ലേ ഈ മുറിയുടെ ഇത് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം ഇവിടെ സെൻറ്ററിലായിട്ട് അത് ഇറയത്തിൻ്റെ ഇങ്ങനെ ട്യൂബ്ലൈറ്റ് ആയിരുന്നു ഇവിടെ ചേർന്ന്. റിനോവേഷൻ നടത്തിയപ്പോഴാണ് മാറ്റിയത്. അപ്പോൾ ഈ സെൻറ്ററിലായിട്ട് വാതിൽ കിടന്ന് വരുമ്പോൾ പരമലപിതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചത് ഓർക്കണില്ലേ, ഫോട്ടോ ഇരുന്നതാണ്. ആ ഫോട്ടോയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ റിനോവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ വയറിങ് നടത്തിയ സമയത്ത് അത്രയും ശ്രദ്ധിച്ചില്ല. ഇവിടെ ബൾബ് വെച്ചവർ വയറിങ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഫോട്ടോ അവിടെ വെക്കേണ്ടതായിരുന്നല്ലോ, ഫ്രണ്ടിൽ കയറി വന്നിടത്തുനിന്ന്. അപ്പം പിന്നെ അവിടെ വെക്കാൻ സ്പേസ് ഇല്ല ഈ ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ. ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 2 കോർണറിലും ലൈറ്റ് ഉണ്ട്, ഇവിടെയും ലൈറ്റ് ഉണ്ട്. അത് മതിയായിരുന്ന. ഇത് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് വയറിങ് നടത്തി അതിൻ്റെ എല്ലാ സംഗതികളും നോബും വെച്ച് കഴിഞ്ഞ് ബൾബ് ഇടുന്നതിന് മുമ്പാണ് ഞാനത് ഓർത്ത്, അയ്യോ അപ്പം സെൻറ്ററിൽ ഫോട്ടോ വെക്കാൻ പറ്റൂല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്നാ ചെയ്യണം, വേറെ മാർഗ്ഗമില്ല, ഇവിടെ ഒന്നും തൂക്കിടാൻ പറ്റിയ പടം അല്ലാതെ. പിതാക്കന്മാരുടെ പടം അങ്ങനെ തൂക്കിടാൻ പറ്റില്ല. അത് കാരണമാണ് അകത്തേക്ക് കൊണ്ടുപോയത്. അപ്പം ഡ്രോയിങ് റൂമിലെ പെട്ടിയുടെ മുകളിൽ ഒരെണ്ണമുണ്ട്, ഡൈനിങ് റൂമിൽ ഒരെണ്ണമുണ്ട്. അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം. എത്ര വർഷം പഴക്കമുള്ള പെട്ടിയാ? അത് ചോദിച്ചാൽ അറിയാൻ മേല. അമ്മച്ചീനെ കല്യാണം കഴിച്ചോന്ന് വന്നപ്പോൾ വന്നേക്കണ പെട്ടിയായിരുന്നു. എന്തായാലും ഒരു 10-65 വർഷം ഉണ്ടാവും. 65 69 വർഷമായിട്ടുണ്ടാവും ദേശം അമ്മച്ചിയുടെ പെട്ടി. ഇത് അതിന്റെ സൗണ്ടൊക്കെ നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ വീഴിക്കുമ്പോഴുള്ള. പിന്നെ അപ്പച്ചന്റെ പെട്ടി നിന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അപ്പച്ചനും ഉണ്ട് ഈ തരത്തിലുള്ള പെട്ടി. അത് ബ്രൗൺ കളർ, അത് വേറെ ഏതാണ്ട് തടിയാന്ന് തോന്നണം. ഇതെനിക്ക് തോന്നണത് തേക്കാന്ന് എനിക്ക് തോന്നണത്. പോളിഷ് ചെയ്തതാ, പക്ഷെ ഇപ്പം പോളിഷൊക്കെ പോയി. അപ്പം തന്നെ പോളിഷ് ഇട്ടതായത് ഓർക്കണില്ലേ പണ്ട്. ഇപ്പം അങ്ങനെ. ഇനിയിപ്പോൾ വേറൊരു പരിപാടിയുണ്ട്. ഇതിൻ്റെ പുറത്ത് ഇതുങ്ങാണ്ട് തൂത്ത് വെച്ച് കൊച്ചുപാപ്പൻ്റെ പടം തുടയ്ക്കണം. അതിന് വേറെ തുണിയാണ്. അതിനിവിടെ ഉണ്ട്, തുണി എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഫോട്ടോസ് തുടയ്ക്കാൻ വേറെ തുണിയാണ് വെച്ചേക്കണേ. 3 ഫോട്ടോയും നമുക്ക് തൂക്കാം. മറ്റുള്ള തുണിയും കണ്ട് ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെയും പുണ്യവാന്മാരുടെ ഒന്നും ഫോട്ടോ തുടയ്ക്കാനായിട്ട് എടുക്കൂല. അതിന് സെപ്പറേറ്റ് തുണിയാട്ടോ വെച്ചേക്കണേ. അതുപോലെ അവിടെ ആ ഊണുമുറിയിലിരിക്കുന്ന പരമലപിതാവിൻ്റെ ഫോട്ടോയുടെ മേളിൽ മച്ചല്ലേ, വറക്കയല്ല, മേളിൽ ഈ മറാമ്പിൽ ഇങ്ങനെ വരൂലേ മച്ചക്കടെ, അന്നേരം അതിന് ഞാൻ അവിടെ തന്നെ ഈർക്കിളി വെച്ചിട്ടുണ്ട് തൂക്കാൻ. അത് കാണിച്ചു തരാം. അപ്പം അവിടെ സ്റ്റൂളിട്ട് കയറി നിന്നേച്ച് അതിൽ നിന്ന് ആ മച്ചയിലെ ഈർക്കിളിയും കൊണ്ട് തന്നെ, ചൂലും കണ്ടല്ല മാറ്റണേ. അത് നമ്മൾ മറ്റുള്ള സംഗതികൾ കൊണ്ട് ചെയ്യരുത് ഒരിക്കലും. ദേ ഇത് നീ ചെയ്യിച്ചോണ്ട് വന്നതാ. ഇന്നാൾ ആരോ പറഞ്ഞില്ലേ ഇങ്ങനെ കയറരുതെന്ന്. അത് സ്റ്റാൻഡ് കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇതിൽ നിന്നോണ്ടാട്ടോ ചെയ്യണം. ഞാൻ വളരെ ശ്രദ്ധിച്ച് നിൽക്കുള്ളൂ. പിന്നെ കൂടുതൽ ഇതൊക്കെ ഉള്ള സംഗതികൾ ഈ മച്ചേലി ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നത്. ഒരപ്പരെ അങ്ങേയറ്റത്ത് പോയി സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വന്നതിൻ്റെ ആവശ്യം ഇതിനില്ലാത്തതുകൊണ്ടാണ് ഇതിൽ നിന്ന് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് എനിക്കറിയാം. വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണത്. ഇത് നോക്കിക്കോ. ഇതൊക്കെ എപ്പോഴും നീറ്റായിട്ട് വെക്കണമല്ലോ. വെറുതെ നമ്മള് ഫോട്ടോസ് വെച്ചിട്ട് മാത്രം കാര്യമില്ല. ഒരിക്കലും അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് ഒരു ഈ പടം തുടയ്ക്കണ തുണി ഞാൻ വേറെ ഒന്നിനും എടുക്കൂല. അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണ ഞാൻ വേറെ തുണിയും കണ്ടാ തൂക്കണം. അത് ഞാൻ ഇടയ്ക്ക് തൂക്കും. അതിലും വൃത്തികേട് ഇങ്ങനെ ഫുള്ളിപ്പാണ്ടൊന്നും വരാതിരിക്കാൻ അത് ഈ തുണി എടുക്കൂല. ഇതിൻ്റെ മേളിലും ഇങ്ങനെ മറാമ്പിൽ വരുമ്പോൾ ആ ഈർക്കിളി, മറ്റേ ഈർക്കിളി ഞാൻ കാണിച്ചു തരാം. മറ്റേ ഫോട്ടോയുടെ അവിടെ ഇവിടെ ഈർക്കിളി വെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ. മറ്റേടത്ത് അലമാരിയുടെ ഇതുള്ളത് കൊണ്ട് അവിടെ ഈർക്കിളി വെക്കും. ഇവിടെ വെച്ചാൽ ചെയ്യണത്. ഇനി ഇതേ ആ ഫോട്ടോയും കൂടെ തുടച്ചേച്ച് ഈ പരിപാടി നിർത്താം. ഇതേ ഞാൻ ഈർക്കിളി പറഞ്ഞു കണ്ടോ. അതെ അവിടെയാണ് ഇരിക്കുന്നത്. ഡ്രോയിങ് റൂമിൽ വെക്കാൻ പറ്റൂല. ആ പടത്തിൻ്റെ ചെയ്യാൻ ഇതാ വെച്ചേക്കണത്. ഇങ്ങനെ മേളിൽ ഇത് വരും. മേളിലുണ്ട് ഒരു മാറാമ്പലുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ മച്ചായതുകൊണ്ട് മാറാമ്പൽ വരും. തൂത്ത് മാറ്റും. ഇവിടെ നീറ്റ് അതുകൊണ്ട് ഇവിടെ തൂക്കാനില്ല.
ഒക്കെ പൊടി തട്ടി വെച്ചോളണം അത്. അല്ലെങ്കിൽ അതിന്റെ ദോഷം നമുക്ക് തന്നെയാ. അല്ലെങ്കിൽ നമ്മൾ ഈ പണിക്കൊന്നും പോവാതിരിക്കുക, ഇത് വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചോളണം. പണികളോട് പണികളാണ് വീട്ടമ്മ. അങ്ങനെയൊന്നുമില്ല. അപ്പ കഴുകി വെച്ച് കഴിഞ്ഞാൽ പണികളധികം ഇല്ല. കൊച്ചെ പാത്രങ്ങൾ കൂട്ടിയിട്ടാൽ എപ്പോഴും പണികളായിരിക്കും, പണികൾ ഒരിക്കലും തീരില്ല. അതൊരിക്കലും വലിയ പണി തന്നെയാട്ടോ. ഈ പാചകം പോലെ തന്നെ വലിയ സമയമെടുത്ത് നമ്മളെ മടുപ്പിക്കുന്ന ഒരു പണിയാണ്. മടുപ്പിക്കുന്ന പണി തന്നെയാണ് പാത്രങ്ങൾക്ക്. അത് ഓരോ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ അതാത് പാത്രങ്ങൾ മാക്സിമം കഴുകി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റണവരത് കഴുകി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ല. പിന്നെ ഞാൻ പറയണതാ, പിന്നെ എപ്പോഴും ചിലപ്പോൾ സാധിക്കൂല, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സാധിക്കൂല. മണത്ത് നോക്കട്ടെ. മണം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നോടെ സോപ്പിട്ട് കഴുകും. അപ്പൊ ഞാൻ മിക്സി ഒരു കാര്യത്തിന് എടുത്തായിരുന്നു. അപ്പൊ മിക്സി ഒന്നും അധികം അഴുക്കൊന്നുമില്ല, എന്നാലും ഒന്ന് കഴുകി നമുക്ക് വെയിലത്തേക്ക് വെക്കാം. പുട്ടി ഇട്ട് കഴിഞ്ഞ് ഇത് കഴുകി വെച്ചേക്കണം, അതും വെയിലത്ത് വെക്കണം. അതിനെന്ന് വെച്ചാൽ വെയിലുള്ളപ്പോൾ വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. തേങ്ങ അരച്ചതല്ല കേട്ടോ ഇതിലാ. തേങ്ങ അരച്ചതാണെങ്കിൽ സോപ്പൊക്കെ ഇട്ട് കഴുകണം. അതല്ല, വേറൊരു വൈകുന്നേരത്തേക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണ്ട, അതിന് വേണ്ടി ഇത് സംഭവം എടുത്തതാ. അപ്പൊ ഏതായാലും ഇന്ന് മിക്സിയുടെ പ്രയോഗം ഇല്ല. വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ തുണിയലക്കൽ പരിപാടി അതിലാണ്. ആ വാഷിംഗ് മെഷീനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം അലക്കും. അലക്കണ ദിവസം രാവിലെ ഞാൻ അലക്കും. വെയിലത്തിട്ട് ഈ അധികം വെയിൽ കൊള്ളുന്നതിന് മുമ്പില്ലേ ഈ കളറുള്ള തുണിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കംപ്ലീറ്റ് നല്ല വെയിലടിച്ചു കഴിഞ്ഞാൽ തുണി നരയ്ക്കും. അപ്പൊ ഞാൻ പകുതി ഉണങ്ങി കഴിയുമ്പോ ടെറസ് മുകളിലേക്ക് കൊണ്ടുപോയി വെച്ച് അത് ആ പന്തലിന്റെ മീതെ അങ്ങ് ഇടും. അപ്പൊ അവിടെ കിടന്ന് ആടി കൊലിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പപ്പടം പോലെയോ. അപ്പൊ ഇത് കൊണ്ടുപോയി വെക്കാന്നാ, ഇത് കഴുകി വെച്ചേക്കണതാ. അത് ഈ പുട്ടി ഉരുണോണ്ട് അത് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും വെയിൽ കൊള്ളിച്ചാൽ നല്ലതാ, വെയിലുള്ളപ്പ. അതും ഒരു ചടങ്ങ്. അത് എനിക്കൊരു ചടങ്ങല്ല, ഞാൻ എപ്പോഴും ഇവിടെ ഇട്ടേക്കുമല്ലേ. ഞാൻ ഇത് അടച്ചേച്ച് അതും അടച്ചേച്ചാ ഞാൻ അപ്പറേ നടക്കണം. സുരക്ഷിതത്വം നന്നായിട്ട് വേണം. കൺട്രോളാണ്. വേറെ ഒന്നും ആയിട്ടല്ല, അങ്ങനെ ചെയ്യണം, അതാണ് നമുക്ക് നല്ലത്. കാലങ്ങൾ മാറി ഒരുപാട്, പിന്നെ കാലഘട്ടങ്ങൾ മാറി, മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മാറി. വെയിലത്തുനിന്ന് മാറിക്കോ. പണ്ടത്തെ ചിന്താഗതികളൊന്നും അല്ല. അതെ, എന്നാ കാണിച്ച് ഇവിടെ അമ്മ വെക്കണത് കിണറങ്കല്ലിൽ വെക്കാം. ആൾക്കാരുടെ ചിന്തിക്കുന്ന രീതികളൊക്കെ മാറി, മൊത്തം മാറി. ആൾക്കാർ തന്നെ മാറിപ്പോയി. അതെ, ആൾക്കാർ മാറിപ്പോയി. അപ്പൊ നമ്മളതനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ശരിയാവൂല കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് പരിപാടികളാ. അതെ, വെയിലിനെ പ്രണയിക്കുന്ന ചെടി. അത് വളരെ കറക്റ്റാ. അത് ഇങ്ങനെ വെയിലത്ത് നിക്കണല്ലേ. അത് യൂഫോർബിയ എങ്ങനെയാ, മഴ വന്നു കഴിഞ്ഞാൽ അവര് ചത്ത പോലെ കിടക്കും, വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ പൂവാവും. എനിക്ക് യൂഫോർബിയ ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ കടുംചോമ്പ് പോയിടി, ആ മഴയത്ത് ഇങ്ങനെ ഇരുന്നിരുന്നേ, മഴയത്ത് ഇരുന്നിരുന്നത് എനിക്ക് തോന്നണ വെള്ളം കെട്ടി നടന്ന ചട്ടിയിൽ ആ പണിയൊക്കെ. യൂഫോർബിയയുടെ ട്രെൻഡ് പോയി, ഇനി അത് മാറ്റിക്കോ. പോയി. ഏതായാലും ഉള്ളത് അവിടെ നിക്കട്ടെ. 2-3 ഒരു വെറൈറ്റി ആയിട്ട്. പഴമ എപ്പോഴും ഒരു ബലല്ലേ. ചെമ്പരത്തി നോക്കിക്കേ, ചെമ്പരത്തിയുടെ ട്രെൻഡ് എന്തെങ്കിലും പോവും? അത് പോവില്ല. ചെമ്പരത്തി, ശംഖുപുഷ്പം, വാടാമുല്ല, ബന്ദി, ജമന്തി നല്ലതാ. നമുക്കൊരു ജമന്തി മേടിക്കാം. ജമന്തി നല്ലത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജെസി ആന്റി പണ്ട് പിടിപ്പിച്ചു തന്നെ ആ വെള്ള ഈ ക്രീം കളർ ജമന്തി എന്ത് നല്ലതായിരുന്നു. ദേ ശംഖുപുഷ്പത്തിൽ എന്നും ഒരെണ്ണം വരും. ദേ പയറുണ്ടാവുണ്ടല്ലോ ഇതില്. പയറല്ല, ഈ ശംഖുപുഷ്പം വിരിഞ്ഞു കഴിഞ്ഞ് കായാവണതാ. അത് ഇനി അതിന്റെ ചോട്ടിലേക്ക് വീണ് പൊട്ടിമലിച്ച് തൈകളുണ്ടാവും. ഇച്ചിരി വെയിലേറെ അടിക്കാതിരിക്കാൻ ഇച്ചിരി പ്ലാവിന്റെ കരിയിലെ കൂട്ടിയിട്ടേക്കണം അവിടെ. അധികം ഇടാൻ പാടില്ല, ഈ വെള്ളം ഒഴിക്കുന്നോണ്ട് അവിടെയൊക്കെ ചിലപ്പോഴേ ഈ തണുപ്പ്. ശംഖുപുഷ്പത്തിന്റെ വെള്ള കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഒരു വ്യൂവർ എനിക്ക് പടം അയച്ചു തന്നു. അവിടെ ഉണ്ടായിട്ടുണ്ട്, അപ്പുറം ഉണ്ടായിട്ടുണ്ട്. കയറി പോരെ. കുറച്ചു നേരം റിലാക്സിങ് ടൈം. ഏത്തപ്പഴം ഉണങ്ങിയത് വിൽപ്പനയ്ക്ക്. അത് കൊള്ളാലോ. അതെന്നാ ഫാർമേഴ്സ് കാർട്ടിലുള്ളതാ. നമ്മളെ ഏത്തപ്പഴം അങ്ങനെ ഉണങ്ങാറില്ല. ഏത്തപ്പഴം ഉണങ്ങിയിട്ടില്ല, പാളയംകോടനാ ഉണങ്ങണത്. ഏത്തപ്പഴം ഉണങ്ങിയത് കൊള്ളാവോ പോലും. സെയിൽ നല്ലതായിരിക്കും. ഞാൻ പറയട്ടെ, അത് ഏത്തപ്പഴം ഉണങ്ങിയത്, റാഗി പൗഡർ, ബനാന പൗഡർ, കണ്ണൻകായ പൗഡർ റെഡി. കണ്ണൻകായ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി മേടിക്കായിരുന്നു. കണ്ണൻകായ പൗഡർ കുറുക്കി കഴിക്കാലോ. എത്ര നേരം നോക്കൂ ഇങ്ങനെ? അത് കുറച്ചു നേരം നോക്കും. ഇനിയിപ്പം 12:30 ആകുമ്പോ ചോറ് തിളപ്പിക്കാൻ വെക്കും. ഇന്നിപ്പോൾ കറികൾ ഓൾറെഡി ആയി. എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുള്ളൂ. രാവിലെ ഞാനൊന്ന് എടുത്ത് നോക്കും, നമ്മുടെ ഏതെങ്കിലും ഫാമിലി ഗ്രൂപ്പിലോ റെസിഡൻസിൻ്റെ ഗ്രൂപ്പിലോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് അറിയാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ
കുശല പരിപാടിക്ക് ഇതിൽ എടുക്കുകയുള്ളൂ. പണ്ട് ന്യൂസ് പേപ്പർ വായിക്കണോ? അതെ, കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാമിലിയുടെ എൻ്റെ ഫാമിലിയുടെയും ഗ്രൂപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലല്ലേ ആദ്യം ഇടണത്, പിന്നെയല്ലേ വിളിച്ചു പറയലൊക്കെ വരുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ അത് കയറി നോക്കും. അതുപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് അതും നോക്കും കയറി. പിന്നെ നമ്മുടെ വാർഡിൻ്റെയും കയറി നോക്കും, വാർഡിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പോകും അടുക്കളയിലേക്ക്. ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്, അത് നോക്കണം, നിർബന്ധ വിഷയം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണ്ടോ? പിന്നെ പേപ്പറിൽ രാവിലെ അപ്പം നോക്കണതിന് മുമ്പ് തന്നെ 5:45 പേപ്പർ വരും മനോരമയുടെ. രാവിലെ 6 മണി കഴിയുമ്പോൾ എടുത്തേച്ച് നിര്യാതരായ കോളം മാത്രം എടുത്ത് നോക്കും. ഞാൻ ഡെയിലി നോക്കണതാട്ടോ, അത് ആവശ്യമുണ്ട്, അതുകൊണ്ട് നോക്കണതാ. അപ്പം നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ദിവസവും വാഷ് ബേസിൻ കഴുകാറില്ല. ഈ വാഷ് ബേസിൻ 1-2 ദിവസമേ കഴുകാറുള്ളൂ. വർക്ക് ഏരിയയിലെ സിങ്ക് എല്ലാ ദിവസവും വൈകിട്ട് കഴുകിയിടും സുഖമുള്ള ദിവസങ്ങളിലെല്ലാം. കാരണം പാത്രം കഴുകണം മുഴുവൻ അവിടെയല്ലേ. അപ്പം അത് കഴുകിയില്ലെങ്കിൽ അതിൽ ഈ ബാക്ടീരിയ പോലെയൊക്കെ വരും. പാത്രം ഡെയിലി കഴുകിക്കൊണ്ടിരിക്കുമല്ലേ, കാലത്തേ മുതൽ അതിൽ കഴുകുമല്ലേ. ഇതിപ്പം കുലുക്ക് കുഴിഞ്ഞത് ചെയ്യണുണ്ടെങ്കിലും എല്ലാ ദിവസവും സിങ്ക് ഞാൻ വാഷ് ബേസിൻ ഊണുമുറിയുടെ കഴുകാറില്ല, 1-2 ദിവസം മാത്രമേ കഴുകാറുള്ളൂ. അപ്പം ഇന്ന് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്ന് കഴുകണതിന് മുമ്പുള്ള രംഗം പിടിച്ചോ. അതിപ്പോൾ അധികം അലമ്പൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടേക്ക് ഇന്നലെ കഴുകാത്തതുകൊണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാട്ടോ, നിങ്ങളാരും ഇത് ചെയ്യാൻ ഇതുപോലെ ചെയ്യണമെന്നൊന്നും അഭിപ്രായപ്പെടണില്ല. എല്ലാ ദിവസവും കഴുകണവരുണ്ടാവും, വളരെ നല്ലതാണ്. ഞാൻ ഈ മടിയൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും, പിന്നെ വൃത്തികേടായിട്ടെല്ലാം കിടപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ കഴുകുന്നിരിക്കും. ഇന്നലെ കഴുകിയേച്ച് ഇന്ന് വൃത്തികേടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴുകുന്നിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ കഴുകാറില്ല. ഇത് സോപ്പ് പൗഡർ ചിലപ്പോൾ ഇടാറുണ്ട്, ചിലപ്പോൾ പ്രില്ലിടും, അങ്ങനെ പലതും ഇടും. സോപ്പ് പൊടി ചിലപ്പോൾ സോപ്പ് പൊടി ആയിരിക്കും ഇടുന്നത്, എപ്പോഴും ഇത് ഇടണമെന്നില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ഇത് ഹാൻഡ് വാഷ് അവിടെ വെച്ചതാ. വീട്ടമ്മമാര് ചെയ്യണ ജോലികൾക്ക് കണക്കില്ല. അത് പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, കാരണം പുറത്തുപോയി ചെയ്യും പോലെ അല്ലല്ലോ നമ്മളെ. അല്ല, നമ്മൾ 24 മണിക്കൂറും ജോലിയാണ്. അത് മാത്രല്ല റിട്ടയർമെന്റ് ഇല്ല. പുറത്തുപോയി ചെയ്യുന്ന ജോലി മാത്രം ചെയ്യുന്നവർക്ക് റിട്ടയർമെന്റ് ഉണ്ട്. അതുണ്ട്, 60 വയസ്സ് അല്ലെങ്കിൽ 58 വയസ്സ്. വീട്ടമ്മമാർക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ, എന്നും ഇത് തന്നെ. പക്ഷെ അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബർഡനായിട്ട് തോന്നൂല ഒരിക്കലും. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക, അല്ല രാവിലെ എഴുന്നേറ്റ് മിറ്റം രാവിലെ തൂക്കണവരാണെങ്കിൽ അത് തൂക്കുക, അത് കഴിഞ്ഞ് പ്രഭാത പരിപാടികൾ ചെയ്യുക, അവനവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അതിൻ്റെ കഴുകിപ്പിറക്കി വെക്കുക, പിന്നെ നമുക്ക് ഉച്ചത്തേക്കുള്ള നോക്കുക, കറി പരിപാടികൾ, ചോറ് പരിപാടികൾ, അങ്ങനെ പിന്നെ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിയും. ഇല്ലായെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയി എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകാനുള്ളവരാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് പരിപാടികൾ ഒതുക്കി, ജോലിക്ക് പോകണവരാണെങ്കിൽ ജോലിക്ക് പോകും. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങോ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പരിപാടികൾ ഒതുക്കി വെച്ച് പോകും. പിന്നെ നമ്മൾ വൈകുന്നേരം വന്നിട്ടായിരിക്കും ബാക്കി പരിപാടികൾ ചെയ്യണം. ജോലിയുള്ള വീട്ടമ്മമാർ ഡെയിലി രാവിലെ വീട്ടിൽ ഒതുക്കി വെച്ച് ജോലിക്ക് പോകണം, വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പണി തന്നെ വർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ ശരിക്കും ഭർത്താക്കന്മാർ അവരെ ഹെൽപ്പ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വീട്ടിൽ സർവന്റ് വേണം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ രണ്ടുപേരും പോണ വീടുകളിലാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം, നിർബന്ധമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ വളരെ കുറവായി തുടങ്ങി. അങ്ങനെ വന്നവര് കുക്കിങ്ങിനൊക്കെ ഉള്ളവരൊക്കെ ഉള്ളു. ക്ലീനിങ്ങിനുള്ളവര് ടൗണിലൊക്കെ കിട്ടുമെന്ന് തോന്നണം അല്ലേ. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശത്തൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളവരൊക്കെ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കുറവായിട്ട് വരും. അത് നമ്മളെ സംബന്ധിച്ച് ഒരാളില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ഒന്ന് വന്നില്ലെങ്കിൽ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ വഴിയും പറമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വേനൽക്കാലത്ത് വഴിയിൽ മുഴുവൻ ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കരികില വീഴും. മുറ്റത്തെ എങ്ങനെയെങ്കിലുമൊക്കെ വകഞ്ഞൊരു വഴിപാട് പോലെയൊക്കെ ഒതുക്കി വെക്കും, മാറ്റിപ്പറിച്ചൊക്കെ അടിച്ചു വാരി എടുക്കും. ബാക്കി ഭാഗത്ത് ഭയങ്കര മെനകേടാവും വഴിയിൽ. അപ്പം ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ലാത്ത സമയങ്ങളിൽ ചവറുവരണ്ടിയും കണ്ട കരിയിലെല്ലാം വകഞ്ഞു മാറ്റി എന്തിൻ്റെങ്കിലും മരങ്ങളുടെ ചോട്ടിൽ, നമ്മുടെ ഫലവൃക്ഷങ്ങളുടെയോ വാഴയുടെയോ എന്തിൻ്റെങ്കിലുമൊക്കെ ചോട്ടിലേക്ക് അങ്ങ് വകഞ്ഞിടും അവർ ഇല്ലാത്ത ദിവസങ്ങളിൽ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിൻപുറത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ മരങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അത് അങ്ങനെ പറയുമ്പോൾ അതുള്ളവർക്ക് അത് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളവരൊക്കെ വരുവാണെങ്കിൽ സൗകര്യമാണ്, ഉള്ളവർക്കും സൗകര്യമാണ്. ഇപ്പം അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞില്ലേ പഴയ തലമുറയിലുള്ളവരാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാലം കൂടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരില്ല.
ഈ ഒപ്പം മേശയും കൂടെ ഒന്നങ്ങ് തുടച്ചിട്ടേക്കാം. നനഞ്ഞ് സ്പോഞ്ച് നനച്ചേച്ചാട്ടോ തുടയ്ക്കണം. അപ്പം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ വേഗം അങ്ങ് ഉണങ്ങിക്കോളും. അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും പേപ്പറോ ഇല്ല അപ്പോൾ വായിക്കാനായിട്ട് ഇവിടെയായിരിക്കണത്. പിന്നെ അതുകൂടാതെ ഈ എന്തെങ്കിലുമൊക്കെ ഡയറിയിൽ എഴുതാനൊക്കെ ഇവിടെ ഇരുന്നാൽ എഴുതുന്നത്. ഓഫീസ് റൂം പോലെയൊന്നും നമുക്കില്ല. അത് കാരണം അപ്പം അന്നേരം പിന്നെ നനഞ്ഞിരിക്കുവാണെങ്കിൽ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഫാനും കിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. അതാണ് പരിപാടി. കാറിപ്പോൾ എന്നാ ഈ സമയത്ത് അപ്പം പുറത്തേക്ക് ഇറക്കിയിട്ടേക്കണേ? അത് ഗ്ലാസ് ഫ്രണ്ടിൽ തൂക്കാൻ, നനച്ച് തൂക്കാൻ. അല്ലെങ്കിൽ രാവിലെ അത് മിസ്റ്റായിട്ടിരിക്കും. അപ്പടി കുയില് തകർക്കുവാണല്ലോ. അയ്യോ, കുയിലിങ്ങിയപ്പം ഈ ആൾക്കാർ തന്നെ നമ്മളോട് പറയും കുയിലിൻ്റെ സൗണ്ട് കേട്ട് മടുത്തൂന്ന്. എന്നാ ചെയ്യണ, കുയിലിങ്ങനെ ഇതിൻ്റെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കുയിലിൻ്റെ സൗണ്ട് വന്നതാട്ടോ, നമ്മളല്ലാതെ. മാന്തളിരിനനുസരിച്ചാണ് കുയില് വരുന്നത്. ഞാൻ നോയിസ് റിഡക്ഷൻ ഇല്ലാതെ കേൾപ്പിക്കാം കേട്ടോ. ഇപ്പം നോയിസ് റിഡക്ഷനില്ല. ഇനി നിങ്ങൾ കേൾക്കണ്ടോ നോക്കി. ഇനി കുയില് കൂവില്ല. കേൾക്കണ്ട? കുയിലിന് എവിടെയെങ്കിലുമൊക്കെ കൂടുകളുണ്ടാവും. അതുണ്ടാവും മാവേലി. അപ്പേ ഇപ്പം ഇത്രയാകുമ്പോൾ അപ്പയുടെയൊക്കെ ചെറുപ്പത്തിൽ എന്തോരായിരുന്നു ഇവിടെ മാവുകൾ ഇങ്ങനെ ഇടതൂർന്ന. കുറേ മാവൊക്കെ ഉണങ്ങിയും നശിച്ചും ഒക്കെ പോയില്ലേ. കുറേ മാവുകൾ ഇവിടെ ആ അരികുവഴി ഉണ്ടായിരുന്നൊക്കെ ഉണങ്ങിപ്പോയി. കിളിച്ചുണ്ടൻ ഉണങ്ങി. ഒരു പച്ച നീളത്തിലുള്ള മാങ്ങ ഉണ്ടായിരുന്നു. അത് ആ മാങ്ങ കൊള്ളൂല്ലായിരുന്നു, പക്ഷെ എന്നാലും മാവും നല്ലായിരുന്നു. അതിങ്ങനെ ഇത്തിക്കണ്ണിയൊക്കെ കയറി കാലഹരണപ്പെട്ട് പോയി. നമുക്കൊരു 10-18 വെറൈറ്റികളോളം മാവ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം അത്ര ഇല്ല. കായ്ഫലം ഉണ്ടാവുന്നത് കുറവാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ജഹാംഗീറൊക്കെ പോയില്ലേ, പച്ചമാങ്ങ പോയി. ഒരു കിളിച്ചുണ്ടൻ മാത്രമേ ഇപ്പം നിൽപ്പുള്ളൂ. എല്ലാം ഈ ഞാൻ പറഞ്ഞില്ലേ 10-55 കൊല്ലത്തോളമായി. ഈ ഒട്ടുമാവായതുകൊണ്ട് അത്രയൊക്കെ ലൈഫ് അതിനുള്ളൂ. പിന്നെ അത് ഉണങ്ങിപ്പോകും. അപ്പത്തിനായിട്ട് നട്ടതാ മാവുകളെല്ലാം. പിന്നെ ആ നാട്ടുമാവ് മാത്രം തന്നെ കിളുത്ത് വന്നതാ മണോ ഉള്ള മാങ്ങയുടെ. അത് ഇത്തവണ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടായി. അത് ഒന്നിടവിട്ട കൊല്ല. കറി വെക്കാനും മാമ്പഴ പുളിശ്ശേരിക്ക് കറി വെക്കാനും മാമ്പഴ പായസത്തിനും മാമ്പഴം ചപ്പി കുടിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഞാനൊന്ന് കരികിലെ കാലത്തെ തൂത്ത് വൃത്തിയാക്കി ഇട്ടതാ. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ജനവാസമുള്ള വീട് പോലെ തോന്നൂല. അത് കാരണം ഞാനൊന്ന് തൂക്കണതാണ്. ഈ വൈകുന്നേരം തൂത്താൽ കാലത്തേക്ക് അധികം വരൂല. ഇന്ന് പക്ഷെ കാലത്തെയാണ് തൂത്തത്. ഇന്നലെ വൈകുന്നേരം തൂക്കാൻ പറ്റില്ല. വീഡിയോ പരിപാടി കഴിഞ്ഞ് അപ്പയില്ലേ ഗേറ്റിൻ്റെ ഇവിടെ ലൈറ്റ് പിടിപ്പിക്കാൻ പോയടുത്ത് കുറേ നേരം പോയി പിടിച്ചോണ്ട് നിൽക്കേണ്ടി വന്നിട്ട് സന്ധ്യയായി. പിന്നെ മുറ്റം തൂത്തില്ല വൈകുന്നേരം. ഇന്ന് കാലത്തെ അതുകൊണ്ട് തൂത്തത്. വൈകുന്നേരം തൂത്തിട്ട കാലത്തേക്ക് സന്ധ്യയ്ക്ക് തൂത്താനാന്ന് വെച്ചാൽ പിന്നെ വെയിലേറില്ലാത്തതുകൊണ്ട് അധികം കരിയില വീഴൂല. രാവിലെ തൂത്ത ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലേറല്ലേ, ഇപ്പിടി ഇങ്ങനെ പൊഴിഞ്ഞോണ്ടേ ഇരിക്കുമല്ലേ. അപ്പം അത് കാരണം ഒരുപാട് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ അരികും മൂലയൊന്നും ചേർക്കണില്ല. ഈ വിനേഗഡായിട്ട് കിടക്കണൊക്കെ ഒന്ന് അടിച്ച് തൂക്കണതാണ്. എന്നിട്ട് വാരിക്കളയണം. പലരും ചോദിക്കാറുണ്ട് നമ്മുടെ കാർ ഏതാണെന്ന്. കാറ് ടാറ്റ ടിയാഗോയാണ് കേട്ടോ. ഇപ്പോഴത്തെ കാറ് ടിയാഗോ 7 കൊല്ലം കഴിഞ്ഞു അല്ലേ? 7 വർഷത്തിലധികമായി. അതിന് മുമ്പുണ്ടായിരുന്നത് വാഗണാർ. അതെ അതെ. അതിന് മുമ്പുണ്ടായിരുന്നത് മാരുതി 800. ഇത് ഞാൻ മേടിച്ച വണ്ടിയാണ്. ഇത് ഇവളെ മേടിച്ചതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും ആദ്യം 800 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ അപ്പം മേടിച്ചേക്കണതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് വാഗണാറും അപ്പം മേടിച്ചതാണ്. ഇവളിത് മേടിച്ചപ്പോൾ വാഗണാർ കൊടുത്തു. 2 വണ്ടി ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് കാരണം അങ്ങനെ കൊടുത്ത. ഇവിടെ തൂത്താൽ കുഴപ്പമുണ്ടോ അപ്പം ചെളി? ഇതൊക്കെ ചെടികൾക്കുള്ള തടങ്ങളാണ്. ഇത് റംബൂട്ടാൻ്റെ ചോട്ടിൽ കൊണ്ടുപോകണം. വേനൽക്കാല സമയത്ത് നമ്മളങ്ങനെ ഇടും. നനച്ച് കഴിയുമ്പോൾ ഇച്ചിരി തണുപ്പ് നിൽക്കാൻ. ഞാൻ പറഞ്ഞില്ല ഒരു വഴിപാടടിയാട്ടോ. അത്ര ഇതൊന്നുള്ള ക്ലീനൊന്നും അല്ല. എങ്ങനെയാണെങ്കിലും വൃത്തികേടാവരുതല്ലോ. ഒരുപാട് കരിയില വീണ്. അത് പാടില്ല. അതുകൊണ്ടാണ്. പിന്നെ മിറ്റ എപ്പോഴും ഇങ്ങനെയായിട്ട് കിടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് സമയത്തൊക്കെ നമ്മൾ ഇതിൽ ഇറങ്ങി നടക്കണമല്ലേ. ഇത് ശരിയാവില്ല. ഇതിലെ റംബൂട്ടാൻ ഇട്ടേച്ച് വരാം. അവിടെ നിൽക്കണം. എങ്ങനെ വേണമെങ്കിലും നല്ല പച്ചപ്പ് രാവിലെ കാണാൻ നല്ല കണ്ണിന് കുളിർമയാണ്. ഇവിടെ ഒരു വാഴ നട്ടത് നന്നായി. അതായത് 2 ഉണ്ട്. ഞാൻ അപ്പയോട് പറഞ്ഞു ഒരു കണ്ണ് വെച്ചേച്ച് ബാക്കി പിരിച്ചവിടെ നിന്ന് മാറ്റണമെന്ന്. അല്ലെങ്കിൽ മതിലേട്ട് മുഴുവൻ ഇതാകുമ്പോൾ ശല്യം. അത് ശരിയാവൂല. മുഴുവൻ ആർത്ത് കൊലയ്ക്കുമ്പോഴേ ഒരുപാട് ഇതായിട്ട് കിടക്കും. അത് ഒരു സുഖമില്ല. ഇനി ഓൺ ചെയ്ത് നോക്കി.
കേറണ്ടോ? മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കയറാൻ എന്തോ ഒരു പ്രശ്നം. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്, വരും. അപ്പോൾ അന്നേരം അമ്മ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ഇടയ്ക്ക് മോട്ടർ ഒന്ന് ഓൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഒന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അമ്മ അവിടെ വെള്ളം എന്തോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മോട്ടർ ഓൺ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 തവണ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് വെള്ളം കയറുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കുമായിരുന്നു അവിടെ. നമ്മൾ ഒരു മുട്ടിൽ വെച്ചിരുന്ന അതിലെ ഡബിൾ ഷെയ്ഡ് പൂ കുറഞ്ഞത് കാരണം പൂ ഉള്ളത് ഇങ്ങോട്ട് കയറ്റി വെക്കുക. എന്നിട്ട് പൂ വന്നു കഴിയുമ്പോൾ വീണ്ടും മാറ്റി വെക്കും കേട്ടോ. റീപ്ലേസ്മെന്റ് പൂ വരും, വരാതിരിക്കൂല. റീപ്ലേസ് ചെയ്യുന്നത് ചെടിച്ചട്ടി പൂ ഉള്ളത് ഇങ്ങോട്ട് വെച്ചതാ. ഇച്ചിരി ചാണാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി 2 മതിലിലും സെയിം കളറായി. സെയിം കളറിന് വേണ്ടിയല്ല, ഞാൻ ഇതിലെ പൂ വാങ്ങിയത് കൊണ്ടാണ്. ഇനിയിപ്പോ ഇതില് അതേ പൂ വന്നു തുടങ്ങി. ഇവിടുത്തെ കൊമ്പയില് പൂവായി കേട്ടോ. ദേ ഇതിലും പൂവായി. അത് നമുക്ക് ഇച്ചിരി ചാണാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാറ്റമ്പോസ് ഇരിപ്പുണ്ട് 18 അത് ഇട്ട് കൊടുക്കാം. അപ്പം നിറച്ച് പൂവായിക്കോളൂ. ഇത് അവിടെ കൊണ്ടുപോയി മറ്റിടത്തേക്ക് വെച്ചേക്കാം തൽക്കാലം. പൂ വന്നു കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ. തുണിയൊക്കെ മെഷീനിൽ അലക്കിയേച്ച്, മെഷീനുള്ളതുകൊണ്ട് മെഷീനിൽ അലക്കിയേച്ച് അയൽ വിരിച്ചിരുന്നതാ കേട്ടോ. അത് ആഴ്ചയിൽ 2 ദിവസം അലക്കുള്ളൂ. ഇപ്പം നൈറ്റുകൾ കൂട്ടിയിടും, ഡ്രമ്മിൽ വെള്ളമുണ്ടുകൾ സെപ്പറേറ്റ് ഇടും. അപ്പം അത് അലക്കിയേച്ച് ഞാനിപ്പോൾ വിരിച്ചിട്ട് എടുത്തോണ്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ തണുപ്പാറ്റാവൂലേ, 6 മണിയായി. ഓക്കെ. സാധാരണ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ സ്ഥിരമായിട്ട് കാണിക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ്. കുക്കിംഗ് അല്ലാതെയും അമ്മ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഒരുപാട് വീട്ടമ്മമാർക്ക് ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം അവരുമൊക്കെ വീടുകളിൽ ഇത്തരത്തിൽ ഒത്തിരി ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ഈ വീട്ടമ്മമാരുടെ ജോലികൾ എന്ന് പറയുമ്പോൾ അത് മിക്കപ്പോഴും നോട്ടീസബിൾ ആകാതെ പോവുകയാണ് അല്ലേ, അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതപ്പെടുകയാണ് പലപ്പോഴും. പക്ഷേ നമ്മളൊക്കെ സെക്യൂറായി കരുതുന്ന നമ്മുടെ വീട് യഥാർത്ഥത്തിൽ ഒരു വീടാകണമെങ്കിൽ അവിടെ ഒരു വീട്ടമ്മയുടെ കരുതലും സ്നേഹവും ഒക്കെ കൂടിയേ തീരൂ അല്ലേ? സത്യമല്ലേ?